ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ വിഷയത്തിൽ പഴയ നിലപാട് തന്നെയാണ് NSSനുള്ളത് എന്ന് ജി സുകുമാരൻ നായർ. പുതിയ നിലപാട് സ്വീകരിക്കേണ്ട സാഹചര്യമില്ല, കേസ് തീരുന്നില്ലല്ലോ എന്നും സുകുമാരൻ നായർ പറഞ്ഞു. നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണല്ലോ. കേസാണേലും ശബരിമല കേസിൽ പ്രതികളെ കണ്ടുപിടിക്കുകയും അതിന്മേൽ നടപടി എടുക്കുകയും ചെയ്യുന്നത് ഗവൺമെന്റാണ്. അതിന്റെ മേലിൽ ഗവൺമെന്റ് സംവിധാനങ്ങളാണ് ഉപയോഗിച്ചാണ്. അതിന്റെ മേളിൽ കോടതിയുണ്ട്, അവർ തീരുമാനിക്കട്ടെ. കേസ് തീർന്നില്ല, പിന്നെ നിങ്ങൾ ധൃതി പിടിക്കുന്ന എന്തിനാ? കേസ് തീർന്നില്ലല്ലോ, കേസ് തീരട്ടെ. ആരാണെന്നുള്ള അവർ കണ്ടുപിടിക്കട്ടെ. അതിനു മുമ്പേ കോടതിയിൽ ഇരിക്കുമ്പോൾ ഞാൻ കയറി അഭിപ്രായം പറയുന്നത് എന്തിനാ? വിവരങ്ങളുമായി അജിത് ബാബു ചേരുന്നുണ്ട്. അജിത്ത്, അതായത് ഈ ശബരിമല സ്വർണ്ണപ്പാളി കേസിലാണ് ഈ പരാമർശം. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ ജയിലിലായിരുന്ന തന്ത്രി അവിടെ നിന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കുന്നു. ജാമ്യം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തപ്പോൾ തെളിവിൻ്റെ ഒരു അംശം പോലും ഇല്ല എന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. അതേ തുടർന്ന് താങ്കളുടെ പഴയ നിലപാടിൽ, തന്ത്രിക്കെതിരായ നിലപാടിൽ നിൽക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ കേട്ടത്, അല്ലേ? തീർച്ചയായും സനീഷ്, അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പറയുന്നത്. കാരണം BJP അതിനുശേഷം സ്വീകരിച്ച നിലപാട് എന്താണെന്നും അക്കാര്യത്തിൽ BJPയുടെ നേതാക്കളൊക്കെ പരസ്യമായി നിലപാട് എന്താണ് സ്വീകരിച്ചെന്നും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ന് രാവിലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത്തരത്തിൽ തന്ത്രിയെ കുടുക്കിയതാണ് എന്ന ഒരു പരാമർശം കൂടി പറഞ്ഞതോടുകൂടി കോൺഗ്രസും ഇക്കാര്യത്തിൽ മറ്റൊരു നിലപാടിലേക്ക്, അതായത് നേരത്തെ സ്വീകരിച്ചതിനും കുറച്ചും കൂടി മറ്റൊരു നിലപാടിലേക്ക് മാറുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ആ സാഹചര്യത്തിലാണ് സുകുമാരൻ നായരുടെ പ്രസ്താവന വളരെ പ്രാധാന്യമർഹിക്കുന്നത്, രാഷ്ട്രീയ പ്രാധാന്യം. ഇക്കാര്യത്തിൽ കോടതി അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ലല്ലോ. അതിനുശേഷം താൻ അഭിപ്രായം പറയാം. നേരത്തെ പറഞ്ഞ അതേ അഭിപ്രായമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അഭിപ്രായം മാറേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും രാഷ്ട്രീയമായി കൂടി പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയി മാറുകയാണ് സനീഷ്. അതെ, രാഷ്ട്രീയമായിട്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന നിലപാടാണ്. ഇപ്പോൾ PS ശ്രീധരൻപിള്ള അടക്കമുള്ള BJP നേതൃത്വവും VD സതീശൻ, കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവും VD സതീശൻ മാത്രമേ പരസ്യമായിട്ട് അങ്ങനെ വന്നിട്ടുള്ളൂ. പക്ഷേ എങ്കിലും കോൺഗ്രസിലെ പ്രധാനപ്പെട്ടൊരു നേതാവും BJP നേതൃത്വമാകെ തന്നെയും എന്ന് തന്നെ പറയാവുന്ന വിധത്തിൽ തന്ത്രിക്ക് ഈ ജാമ്യ വിധിയിലെ പരാമർശത്തെ തുടർന്ന് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് തുറന്ന നിലപാടെടുത്ത് വന്നപ്പോഴും പക്ഷേ സുകുമാരൻ നായർ കേസ് കഴിഞ്ഞിട്ടില്ലല്ലോ, കോടതിക്കകത്താണല്ലോ ഇരിക്കുന്നത് എന്ന നിലപാട് വ്യക്തമാക്കുന്നു എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രാഷ്ട്രീയ പ്രാധാന്യം അതാണ് വിശദീകരിച്ചത് അജിത് ബാബു. മറ്റു വാർത്തകളിൽ